ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുൽഫിയുടെ തന്നെ കേട്ടോ. ഈ ചൂട് സമയത്ത് അല്ലേ എല്ലാവരും ഫ്രീസറിൽ എന്തെങ്കിലും ഒന്ന് സംഭവം ഉണ്ടാക്കി വെക്കും, ഒന്ന് ഐസോ അല്ലെങ്കിൽ ഐസ്ക്രീമോ എന്തെങ്കിലും. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. നമുക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചൂമ്പി കഴിക്കാൻ തോന്നും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡ് ഞാൻ പഞ്ചസാരയ്ക്ക് പകരമാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ശേഷം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഐസ്ക്രീം പൗഡറാണ്. ഞാനിപ്പോൾ പിസ്താഷ്യോയുടെ ഒരു ഐസ്ക്രീം മിക്സാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വാനിലയോ സ്ട്രോബെറിയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ആദ്യം ചെയ്യേണ്ടത് ഈ ഐസ്ക്രീം മിക്സിൽ നിന്ന് 2 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ കവർ പാലിൽ കുറച്ചെടുത്തിട്ട് ഒന്ന് മിക്സാക്കി വെക്കുകയാണ്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കട്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആ പൗഡർ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാല് തിളപ്പിക്കാം. പാല് തിളപ്പിച്ചിട്ട് പാലൊന്ന് തിളച്ച് വരുമല്ലോ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സിമ്മിലോട്ടാക്കിയതിന് ശേഷം ഈ പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കസ്റ്റാർഡൊക്കെ ചേർക്കത്തില്ലേ, അതേപോലെ. അപ്പോൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി ചെറിയൊരു കുറുകിയ പരുവത്തിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഈ കുറുകിയ പരുവത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് എന്തുമാത്രം മധുരം വേണോ അതിനാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമുക്ക് നോക്കിയിട്ട് വേണം മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് കുറച്ച് കൂടുതൽ മധുരം ഇഷ്ടമാണ്, ചിലർക്ക് അധികം മധുരം ഇഷ്ടമല്ല. അപ്പം ഞാനൊരു മീഡിയം ലെവലിൽ മധുരം ഇഷ്ടപ്പെടുന്ന ആളാണ് അവിടെ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കുൽഫി മേക്കറിലോ എന്തെങ്കിലും അല്ലെങ്കിൽ സാധാ കപ്പിലായാലും ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. അപ്പോൾ കുൽഫി മേക്കർ എല്ലായിടും കാണണമെന്നില്ല. അപ്പം നമുക്ക് വീട്ടിൽ എന്തായാലും ചായ ഗ്ലാസ് കാണുമല്ലോ, അതിനകത്ത് ഒഴിച്ചിട്ട് നമുക്കൊരു സ്റ്റിക്കും കൂടെ സംഘടിപ്പിച്ച് അതിനകത്ത് വെച്ചിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ കുൽഫി മേക്കർ ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒഴിച്ച് വെക്കുന്നു. എന്നിട്ട് ഇത് ഒരു ദിവസം വേണം കേട്ടോ ഒന്ന് സെറ്റായി കിട്ടാൻ. അത് ചെയ്തിട്ടുള്ളവർക്കറിയാം. ഒരു ദിവസം ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇത് ചെയ്ത് വെച്ചു രാത്രി എടുക്കാമെന്ന് വെച്ചാൽ അത് സെറ്റായി കിട്ടത്തില്ല. കാരണം പാലല്ലേ, നമ്മൾ വെള്ളമല്ലല്ലോ. പാലാകുമ്പം കുറച്ച് ഐസായി കിട്ടാൻ ഒരു ദിവസത്തോളം, നന്നായിട്ട് ഐസായി കിട്ടാൻ ഒരു ദിവസത്തോളം വേണം. അപ്പോൾ കുട്ടികളുള്ള വീടാണെങ്കിൽ എപ്പോഴും ഉണ്ടാക്കിക്കുക, ഒരു കുഴപ്പമില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതല്ലേ. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും എത്രയോ നല്ലതാണ് നമ്മുടെ വീടുകളിൽ തന്നെ ഇതുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.